ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ, ആം ആൻഡ് ദ ആർ കോൾഡ് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ നമ്മൾ എ, ആം, ദ ഈ പറയുന്ന വേർഡ്സൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇതാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ബിഫോർ എ നൗൺ. നൗണിൻ്റെ മുമ്പാണ് ഇത് ഉപയോഗിക്കുന്നത്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിംസ് ആണ്, എന്തിൻ്റെങ്കിലും പേരുകൾ. അതിന് മുമ്പാണ് എയോ ആനോ ദായോ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നൗൺസ് എന്ന് പറയുമ്പോൾ ആളുകളുടെ പേരാവാം, സ്ഥലങ്ങളുടെ, തിങ്സ്, ബേർഡ്സ്, ആനിമൽസ്, എന്ത് കാര്യങ്ങളുടെ ആയിക്കോട്ടെ പേര്. അതിന് മുമ്പിലാണ് എയോ ആനോ ദായോ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എ ഓർ ആൻ പോയിൻറ്റ്സ് ഔട്ട് എനി പേഴ്സൺ ഓർ തിങ്. ദേ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. എ, ആൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. കാരണം അത് എന്തിൻ്റെങ്കിലും ഫ്രണ്ടിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഇന്ന കാര്യമെന്ന് ഉറപ്പിച്ച് നമ്മൾ ഡെഫിനറ്റായിട്ട് പറയാതെ ഏതെങ്കിലും ഒരെണ്ണം എന്ന് കാണിക്കാനാണ് എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് പറയുക. ഇന്നത് എന്ന് പോയിന്റ് ചെയ്യുന്നില്ല, ഏതെങ്കിലും എന്നുള്ളത് മീൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആപ്പിൾ ഇസ് എ ഫ്രൂട്ട്. ആപ്പിൾ എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. ഇവിടെ ആൻ ആപ്പിൾ എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ. അതായത് ആപ്പിൾ ഇവിടെ ഇന്ന ആപ്പിൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല, ആപ്പിൾ ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആൻ ആണ് ഉപയോഗിച്ചത്. ആൻഡ് അംബ്രല്ല ഇസ് എ യൂസ്ഫുൾ തിങ്. കുട അല്ലേ, അംബ്രല്ല എന്ന് പറയുന്നത് കുട എന്താണ്? യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തിങ് ആണ്. ഇവിടെയും ആൻ ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു അംബ്രല്ല, അതായത് ഇപ്പോൾ ഏതൊരു അംബ്രല്ലയും അവിടെ മീനിങ് നമുക്ക് മീൻ ചെയ്യാം. Indefinite articles a and an. A used before a word starting with a consonant sound. ഇനി എ എങ്ങനെയാണ്, എവിടെ ഉപയോഗിച്ചു, അതേപോലെ ആൻ എവിടെ ഉപയോഗിച്ചു, ഏതിൻ്റെങ്കിലും ഫ്രണ്ടിൽ, അതായത് ഇപ്പോൾ ഇന്നതെന്ന് ഉറപ്പിച്ച് പറയണില്ല, ഏതുമായിക്കോട്ടെ അവിടെ നമുക്ക് എയും ആനും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇനിയും എവിടെയാണ് എ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ആൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയി പറയുന്നത്. ശ്രദ്ധിക്കണം. എ യൂസ്ഡ് ബിഫോർ എ വേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ട് വെച്ച് തുടങ്ങുന്ന വാക്കിൻ്റെ മുമ്പിലാണ് എ ഉപയോഗിക്കേണ്ടത്. അപ്പം നമുക്ക് ഡൗട്ട് വരും, കോൺസണന്റ് സൗണ്ട് എന്താണ്? നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട് വവൽസും കോൺസണൻസും. വവൽസ് എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒ, യു ആണ് അല്ലേ. ഇത്രയാണ് വവൽസ്. അപ്പോൾ കോൺസണൻസ് എന്തൊക്കെയാണ്? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ഇങ്ങനെ ഉള്ള, അതായത് എ, ഇ, ഐ, ഒ, യു കാറ്റഗറിയിൽ വരാത്തതെല്ലാനും കോൺസണൻസ് ആണ്. ഇതാണ് ചെറുപ്പം മുതലേ പഠിച്ചേക്കുന്നത്. ഇനിയും കോൺസണൻറ്റ് സൗണ്ട്സ്, അതേപോലെ വവൽ സൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ എയും ആനും ഉപയോഗിക്കേണ്ടത് ശരിക്കും പറയുമ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സും വവൽ സൗണ്ട്സിൻ്റെ മുമ്പിലാണ്. ഓക്കെ, അതായത് നിങ്ങൾ നോക്കുമ്പോൾ ആൽഫബറ്റ്സ് നോക്കിയാൽ പോരാ, സൗണ്ട്സ് നോക്കണം. സൗണ്ട്സ് എങ്ങനെയാണ് അറിയാം? അത് പറഞ്ഞു നോക്കുമ്പോൾ കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പോൾ അത് മനസ്സിലാവാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് പറയാം. അതിന് മുമ്പേ നോക്കിയേ. എക്സാമ്പിൾ, എ ബുക്ക്, എ പെൻ, എ കാർ, എ ഡോഗ്. കണ്ടോ, ഇവിടെ എല്ലാം എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബുക്ക് ഒരു കോൺസണൻ്റ് ആയിട്ടുള്ളൊരു ലെറ്റർ ആണ് അല്ലേ, ബി എന്ന് പറയുന്നത്. പിയും അതേപോലെ, സിയും അതേപോലെ, ഡിയും അതേപോലെയാണ്. ഇതെല്ലാനും കോൺസണൻറ്റിൽ നിന്ന് തുടങ്ങുന്ന വാക്കുകളാണ്. ആൻ നോക്കിക്കേ, ആൻ യൂസ്ഡ് ബിഫോർ എ വേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് എ വവൽ സൗണ്ട്. ആൻ ഉപയോഗിക്കുന്നത് വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിലാണ്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ആൻ ആപ്പിൾ. ആപ്പിൾ എന്ത് ഫ്രണ്ടിൽ ആൻ എന്നുള്ള കാര്യം നമ്മൾ ചെറുപ്പം മുതലേ ഫിക്സ്ഡ് ആയിക്കുന്ന ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു അല്ലേ. കുറേ പേർക്കെങ്കിലും ആൻ ആപ്പിൾ എന്നുള്ള ഐഡിയയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല. ആൻ എലിഫൻറ്റ്, ആൻ ഇങ്ക് ബോട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആൻ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ആൻ ആപ്പിൾ, ആപ്പിൾ ഒരു വവലാണ്. ആൻ എലിഫൻറ്റ്, ഇ എന്താണ്? ഈയും ഒരു വവലാണ്. അതേപോലെ ആൻ ഇങ്ക് എന്ന് പറയുമ്പോൾ ഐയും വവലാണ്. ഈ വവൽസ് വെച്ച് തുടങ്ങിയേക്കുന്ന എല്ലാ വാക്കുകളുടെ ഫ്രണ്ടിൽ ആൻ ആണ് ഉപയോഗിച്ചേക്കുന്നത്. അത് ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയാണ് പറയാൻ പോകുന്നത്. ബട്ട് വി യൂസ് എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ, a European, a 1 rupee, because those words begin with a consonant sound, though their spellings begin with vowels.
എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ, എ യൂറോപ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കോൺസണൻറ്റ് സൗണ്ടാണ്. പക്ഷേ ഇതിൻ്റെ സ്പെല്ലിംഗ് തുടങ്ങുന്നത് വവൽസിൽ നിന്നാണ്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക. സാധാരണ നമ്മൾ പഠിച്ച ഒരു റൂൾ വെച്ചിട്ട് യു കാണുമ്പോൾ വവലാണെന്ന് നമ്മൾ വിചാരിച്ച് വേഗം തന്നെ ആൻ യൂണിവേഴ്സിറ്റി എന്ന് എഴുതും. പക്ഷേ അത് തെറ്റാണ്. ഇവിടെ സൗണ്ടാണ് നമ്മൾ നോക്കുക. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആ, ആ, ഈ, ഉ, ഈ പറയുന്ന വാക്കുകളാണ് അല്ലേ. അങ്ങനെ ഔ, അം, ആ വരെ സ്വരാക്ഷരമാണ്. ക, ഘ, ഗ, ഖ, ങ ഇതെല്ലാം എന്താണ്? ച, ഛ, ജ, ഛ, ഞ. ഇങ്ങനെ യ, ര, ല, വ, ഷ, സ, ഷ, ഷ, സ, ഹ, ള, ഴ, റ ഇവിടെ വരെ ഏതാണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പോൾ സ്വരാക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ ആനും വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ എയും ഉപയോഗിക്കണം. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഒരിക്കലും എയും ആനും ഉപയോഗിക്കേണ്ടത് തെറ്റില്ല. എയും ആനും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്വരാക്ഷരങ്ങളുടെ ഫ്രണ്ടിലാണെങ്കിൽ ആനും വ്യഞ്ജനാക്ഷരങ്ങളുടെ ഫ്രണ്ടിലാണെങ്കിൽ എയും ഉപയോഗിക്കുക. അപ്പം നിങ്ങൾ ഓരോ ഓരോ വേർഡ്സ് കാണുമ്പോൾ അതിൽ സ്വരാക്ഷരമാണോ തുടക്കത്തിൽ ഉപയോഗിച്ചേക്കുന്ന വാക്കെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. ഇവിടെ നോക്കിക്കേ, യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചത് യ സൗണ്ടാണ് അല്ലേ. യ സംഭവം സ്പെല്ലിങ്ങിൽ യു ആണ്, അത് വവലാണ്. പക്ഷെ ഇവിടെ സൗണ്ട് എന്താണ്? കോൺസണൻറ്റിൻ്റെ സൗണ്ടാണ്. യ എന്നുള്ളൊരു സൗണ്ടാണ്. യ വരുന്നത് മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളുടെ കാറ്റഗറിയിലാണ് അല്ലേ ഇവിടെ യ. അപ്പോൾ അതെന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? എ യൂണിവേഴ്സിറ്റി എന്നാണ്. അടുത്തത് യൂണിയൻ, എ യൂണിയൻ, അവിടെയും യായിലാണ് തുടങ്ങുന്നത്. അടുത്തത് നോക്കിക്കേ, എ യൂറോപ്യൻ, അവിടെയും യായിലാണ് തുടങ്ങിയേക്കുന്നത്. അടുത്തത് നോക്കിയേ, എ 1 റുപ്പി എന്ന് പറയുമ്പോൾ അവിടെ 1 റുപ്പി എന്ന് പറയുമ്പോൾ ഓ ആണ് സ്പെല്ലിംഗ്, വോവലാണ്, സമ്മതിച്ചു. പക്ഷേ ഇവിടെ 1 റുപ്പി എന്ന് പറയുമ്പോൾ സൗണ്ട് എന്താണ്? 1 റുപ്പി എന്ന് പറയുമ്പോൾ വായാണ്, വാ വ്യഞ്ജനാക്ഷരത്തിൽ വരുന്നതാണ് അല്ലേ. സോ അവിടെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എ ആണ്. ബിക്കോസ് ദീസ് വേർഡ്സ് ബിഗിൻ വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. ശരിയാണ്, ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തുടക്കത്തിൽ കോൺസണൻറ്റ് സൗണ്ടിലാണ് തുടങ്ങുന്നത്. ദോ ദർ സ്പെല്ലിങ്സ് ബിഗിൻ വിത്ത് വോവൽസ് അല്ലേ. വോവൽസിലാണ് സ്പെല്ലിംഗ്, ഓക്കെ. പക്ഷെ സൗണ്ട് പറയുമ്പോൾ കോൺസണൻ്റ് ആണ്. അപ്പോൾ സൗണ്ടാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയെല്ലാം എ ആണ് വരേണ്ടത്. അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഈസി ആയിട്ടുള്ള ഐഡിയ ആണ്. ഒന്നുകൂടി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നെക്സ്റ്റ് ഒന്ന് നോക്കിക്കേ, വി ഓൾസോ യൂസ് ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ എയർ, ആൻ MA, ആൻ MBA, ആൻ എക്സ്മിസ്ട്രി because these words begin with a vowel sound, though their spellings begin with H or M or X which are consonants. അപ്പോൾ ഇവിടെയെല്ലാം നോക്കിക്കേ, ആൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞത് കോൺസണൻറ്റ് സൗണ്ട്സ് വെച്ച് തുടങ്ങിയാൽ വവൽസ് ആണ് വാക്കുകളിൽ ബിഗിൻ ചെയ്യുന്നതെങ്കിലും സൗണ്ട്സ് നോക്കുമ്പോൾ കോൺസണൻ്റ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് എ എന്ന് പഠിച്ചു. ഇവിടെ നോക്കിക്കേ, കോൺസണൻറ്റിൽ തുടങ്ങിയാലും സൗണ്ട് നമ്മൾ വവൽസിലാണ് തുടങ്ങുന്നത് എങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ആൻ ആണ്. കണ്ടോ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ആൻ അവർ, ഇവിടെ എച്ച് എന്താണ്? ആൻ അവർ എന്ന് പറയുമ്പോൾ എച്ച് വെച്ചാണ് തുടങ്ങിയേക്കുന്നത് എങ്കിലും എച്ച് എന്ന് പറയുന്നത് സൈലൻ്റ് ആണ് അല്ലേ. എച്ച് സൈലൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓ മുതലാണ്. അവിടെ പ്രൊനൗൺസിയേഷൻ എന്താണ്? അവർ, ആൻ അവർ. അവർ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻ അവർ. ഉണ്ടോ അവിടെ അവർ എന്നുള്ള സൗണ്ടാണ് അവർ. അവർ എന്ന് പറയുമ്പോൾ ആ എന്നുള്ളതിൽ എടുക്കുകയാണെങ്കിൽ എന്താണ് വരിക അവിടെ? അവിടെ വരുന്നത് ആൻ ആണ്. അടുത്തത് ആൻ ഓണസ്റ്റ് മാൻ. ഇവിടെ എച്ച് സൈലൻ്റ് ആണ്. എച്ച് സൈലൻ്റ് ആണ്. ഓ വെച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത്. ഓണസ്റ്റ് എന്നാണ്, ഹോണസ്റ്റ് എന്നല്ല. അവിടെയും എന്താണ്? വവൽ സൗണ്ടിലാണ് പറഞ്ഞു വരുമ്പോൾ ബിഗിൻ ചെയ്യുന്നത്. സോ അവിടെയും നമ്മൾ ആൻ യൂസ് ചെയ്യുക. ആൻ എയർ, എച്ച് അവിടെ ഉണ്ടെങ്കിൽ പോലും എച്ച് അവിടെയും സൈലൻ്റ് ആണ്. അവിടെ യൂസ് ചെയ്യേണ്ടത് ഇ എന്നുള്ളതാണ് തുടങ്ങുക. അതായത് എയർ എന്നാണ് പറയുക.
നെക്സ്റ്റ് വൺ ആൻ എം എ. എം എ എന്ന് പറയുമ്പോൾ എം എന്നുള്ള സൗണ്ട് അല്ലേ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, എം എ. അടുത്ത് നോക്കാം ആൻ എം ബി എ. എം ബി എ എന്ന് പറയുമ്പോൾ അവിടെയും എം എന്നൊരു സൗണ്ടാണ് വരിക. എം ബി എന്ന് പറയുമ്പോൾ എം, കണ്ടോ, എ തന്നെ വരും. അവിടെയും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ആൻ ആണ്. ആൻ എക്സ്മിസ്ട്രി, അഗെയിൻ അവിടെ എ സൗണ്ട് തന്നെ വരുന്നു. ബിക്കോസ് ദീസ് വേർഡ്സ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. എ എന്നുള്ളൊരു വവൽ സൗണ്ടിലാണ് ഇത് തുടങ്ങുന്നത്. ദോ ദർ സ്പെല്ലിങ്സ് ബിഗിൻ വിത്ത് എച്ച് ഓർ എം ഓർ എക്സ് വിച്ച് ആർ കോൺസണൻറ്റ്. സൗണ്ട്സ് നോക്കുമ്പോൾ ഇതെല്ലാം വവൽ സൗണ്ട്സ് ആണ്. പക്ഷേ ലെറ്റർ വൈസ് നോക്കുമ്പോൾ ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത് എച്ച് എം എക്സ് എന്നൊക്കെ പറയുന്ന കോൺസണൻറ്റ് സൗണ്ട്സിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ നോക്കാം. The points out at some particular thing. It is known as the definite article. ദ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം ഉറപ്പിച്ചത് അത് തന്നെ എന്നുള്ളത് ഡെഫിനറ്റായി പറയുമ്പോഴാണ് ഡെഫിനറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദ യൂസ് ചെയ്യുന്നത്. വെൻ വി സ്പീക്ക് ഓഫ് എ പേഴ്സൺ ഓർ എ തിങ് ഫോർ ദി ഫസ്റ്റ് ടൈം വി ജനറലി യൂസ് ദ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എ ഓർ ആൻ. ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ തവണ പറയുമ്പോൾ എ അല്ലെങ്കിൽ ആൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ബട്ട് വെൻ വി സ്പീക്ക് ഓഫ് ദ സെയിം പേഴ്സൺ ഓർ തിങ് എ സെക്കൻഡ് ടൈം വി യൂസ് ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി. പക്ഷേ ആ സെയിം ആളെ കുറിച്ചിട്ട് പിന്നെയും പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ദായാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എ ബോയ് ഇസ് സ്റ്റാൻഡിങ് ദർ. ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെയും പറയുമ്പോൾ എ ബോയ് എന്നല്ല, ഒരു കുട്ടി എന്ന് തന്നെ പറയില്ലല്ലോ, ആ കുട്ടി എന്ന് മീൻ ചെയ്താണ് പറയുള്ളൂ. ദ ബോയ് ഈസ് സ്റ്റഡിങ് ഇൻ ഗ്രേഡ് 7. ആ കുട്ടി 7th പഠിക്കുന്നത്. അവിടെ നോക്കി ആദ്യം എ ബോയ് എന്ന് പറയുന്നുണ്ട്, അതിനുശേഷം അവിടെ ദി എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു, പിന്നീട് പറയുമ്പോഴും ആ കുട്ടീൻ്റെ കേസ് തന്നെയാണ് പറയണേ. അപ്പോൾ നമ്മൾ എന്താണ്, ആ കുട്ടി, അതായത് ദ ബോയ് ഇസ് സ്റ്റഡിങ് ഇൻ ഗ്രേഡ് 7 എന്ന് പറയുന്നു. യൂസ് ഓഫ് ദ, പല കേസിൽ നമുക്ക് ദ ഉപയോഗിക്കാം. അതെന്തൊക്കെയാണെന്നാണ്. ഇത് ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് കേട്ടോ. ദ എന്നുള്ളത് ഡെഫിനറ്റ് ആർട്ടിക്കിളാണ്. അതെവിടേക്കാണ് ഈ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് ആക്ച്വലി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.